Hello, my dear students of class 6. Today we are going to study the next topic of chapter 4 along with motion. We are going to deal with the topics force and motion and different types of motion. We watch and play games with a ball. What are the purposes for which players apply force on a ball? പന്ത് കളിക്കുന്നവരും കളി കാണുന്നവരുമാണ് നാമെല്ലാം അല്ലേ? നാം കളിക്കുമ്പോൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് പന്തിൽ ബലം പ്രയോഗിക്കാറുള്ളത്? To move the ball at rest, to stop the motion of the moving ball, to increase or decrease the speed of the moving ball, and to change the direction of the ball. പന്തിനെ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലിപ്പിക്കുന്നതിന് നാം ബലം പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പന്തിന്റെ ചലനം നിർത്തുന്നതിനും നാം ബലം പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചലിക്കുന്ന പന്തിന്റെ സ്പീഡ് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ നാം ബലം പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ ചലിക്കുന്ന പന്തിന്റെ ദിശ മാറ്റാനും നാം ബലം പ്രയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറയാമോ? Yes, we can move objects by applying force. We can change the state of motion of a body to a state of rest by applying force. We can apply force to change the direction. We can apply force to increase or decrease the speed of motion. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാൻ കഴിയുന്നു. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനത്തിന്റെ വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കേണ്ടത് ആവശ്യമാണ്. Now you understood what is the relationship between force and motion. ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയും നമുക്ക് വിവിധ തരത്തിലുള്ള മോഷൻ ചലനത്തെക്കുറിച്ച് പഠിക്കാം. ഇവിടെ കാണുന്ന ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കുറിപ്പിക്കുന്നു അല്ലേ? ഇവിടെ the pencil rotates about its axis. അതായത് ഒരു പെൻസിൽ ഷാർപ്പനർ ഉപയോഗിച്ച് കുറിപ്പിക്കുമ്പോൾ പെൻസിൽ അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കറങ്ങുകയാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ. അവിടെ പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. Here the pencil moves in circular motion. വൃത്താകൃതിയിൽ പെൻസിൽ ചലിക്കുന്നു. ഇനിയും മൂന്നാമത്തെ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് ഒരു നേർരേഖ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് അല്ലേ? Here the pencil moves along a circular path. ഈ മൂന്ന് കാര്യങ്ങളിലും സംഭവിക്കുന്ന മോഷൻ എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ അവിടെ കണ്ട ഉദാഹരണം പെൻസിൽ ഷാർപ്പനർ ഉപയോഗിച്ച് കുറിപ്പിക്കുന്നു. അവിടെ the pencil rotates about its own axis. ഇനിയും ഇവിടെ മൂന്ന് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു കറങ്ങുന്ന പമ്പരമാണ് അല്ലേ? A rotating top. രണ്ടാമത്തെ ചിത്രത്തിലോ the wheel of a vehicle running. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ വീല്. മൂന്നാമതോ a rotating fan. കറങ്ങുന്ന ഒരു പങ്കായം. ഈ മൂന്ന് ഉദാഹരണങ്ങൾ കൂടെ താരതമ്യം ചെയ്തു നോക്കൂ. ഇവിടെ നടക്കുന്ന ചലനത്തിന്റെ പ്രത്യേകത എന്താണ്? Yes, the movement of all these bodies are about its own axis. അതായത് സ്വന്തമായ അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഇവിടെയെല്ലാം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ചലനത്തെയാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് വിളിക്കുന്നത്. Rotation is the movement of a body about its own axis. ഇനിയും ഈ പിക്ചേഴ്സ് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു കുട്ടി ഒരു കല്ല് തലയ്ക്ക് ചുറ്റും കറക്കുകയാണ് അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കളിത്തീവണ്ടി വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ചലിക്കുന്നു. മൂന്നാമതായി നിങ്ങൾക്ക് ക്ലോക്ക് കാണാം അല്ലേ? ക്ലോക്കിന്റെ സൂചികളും ചലിക്കുന്നുണ്ട്. ഇവിടുത്തെ ചലനത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പറയാമോ?
these motions are around a circular path. അതായത് വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണ് ഇവിടെയെല്ലാം സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ചലനത്തെയാണ് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. The motion along a circular path is called circular motion. ഇനിയും ലീനിയർ മോഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. The motion of a body along a straight line is called linear motion. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, a ripe mango falling down, a lift going up and down, the motion of a rocket. ഇപ്പോൾ 3 തരത്തിലുള്ള മോഷനുകളെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ആദ്യം പഠിച്ചത് റൊട്ടേഷൻ, സെക്കൻഡ് വൺ സർക്കുലർ മോഷൻ, തേർഡ് വൺ ലീനിയർ മോഷൻ. ഇനിയും ഫോർത്ത് ടൈപ്പ് ഓഫ് മോഷൻ, ഓസിലേഷൻ. ഓസിലേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. What is oscillation? The to and fro motion of a body about a mean position is called oscillation. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഓസിലേഷൻ അഥവാ ധോലനം എന്ന് വിളിക്കുന്നത്. നിങ്ങളിവിടെ കാണുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. കുട്ടികൾ ഊഞ്ഞാലാടുകയാണല്ലേ. ഊഞ്ഞാലിന്റെ ചലനം ഒരു തുലന സ്ഥാനം അഥവാ ഒരു മീൻ പൊസിഷനെ ആധാരമാക്കി മുൻപോട്ടും പുറകോട്ടും ആണ് നടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ക്ലോക്ക് ശ്രദ്ധിക്കൂ. ക്ലോക്കിന്റെ പെൻഡുലം ചലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയും ഒരു മീൻ പൊസിഷൻ ഉണ്ടല്ലേ. മീൻ പൊസിഷനിൽ നിന്ന് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് പെൻഡുലത്തിലും നടക്കുന്നത്. ഇവയെല്ലാം ഓസിലേഷനുകളുടെ ഉദാഹരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാറിന്റെയും മറ്റു വാഹനങ്ങളുടെയും മറ്റും വൈപ്പറിന്റെ ചലനം ഓസിലേഷൻ ആണോ? Is the motion of the wiper of vehicles an oscillation? അതെ, it is oscillation. അത് ദോലനമാണ്, ഓസിലേഷൻ ആണ്. കാരണം എന്താണ്? അതെ, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ് വൈപ്പർ ചലിക്കുന്നത്. It is a motion about a mean position. Also, it is moving to both sides. ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നുമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ചലനത്തെ നമുക്ക് ഓസിലേഷൻ അഥവാ ദോലനം എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഓസിലേഷന്റെ 2 പ്രത്യേകതകൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഒന്നാമതായി, it is a motion about a mean position. Second thing, it moves to both the sides. Very fast oscillations are called vibrations. വളരെ പെട്ടെന്ന് നടക്കുന്ന ഓസിലേഷനുകളെയാണ് വൈബ്രേഷൻ അഥവാ കമ്പനം എന്ന് വിളിക്കുന്നത്. You can see vibrations while you beat one of the prongs of a tuning fork with a rubber hammer. Tuning forkന്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിച്ചു നോക്കുക. അവിടെ വൈബ്രേഷൻ നടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വലിച്ചു പിടിച്ച് റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടി നോക്കുക. അവിടെയും നിങ്ങൾക്ക് വൈബ്രേഷൻ കാണാം. ഇനിയും ഒരു മെറ്റൽ സ്കെയിലിന്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക വിധത്തിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടി നോക്കുക. അവിടെ ഉണ്ടാകുന്ന ചലനവും വൈബ്രേഷൻ ആണ്. ഇനിയും നമുക്ക് ചുറ്റുപാടും നടക്കുന്ന വൈബ്രേഷൻസിന് കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ. വൈബ്രേഷൻ വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള കളി ഉപകരണങ്ങൾ, ടോയ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത്തരത്തിലുള്ള ഒരു കളി ഉപകരണം, ഒരു പീപ്പി, ഒരു ബ്ലോ പൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51, 51ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാഠപുസ്തകം എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെ വൈബ്രേഷൻസ് എന്ന ടോപ്പിക്കിന് താഴെ let us make a blow pipe PP which help us to observe vibration എന്ന് വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാധന സാമഗ്രികൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ മെത്തേഡ്, എന്താണ് നിർമ്മാണ രീതി എന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ ആ എക്സ്പെരിമെന്റൽ നോട്ട് വായിച്ചു നോക്കി സ്വന്തമായി ഒരു ബ്ലോ പൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ നിർമ്മാണ പ്രക്രിയയുടെ നോട്ട്
എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലോ പൈപ്പിന്റെ വീഡിയോയും ഫോട്ടോയും ടീച്ചർക്ക് അയച്ചു തരാനും മറന്നു പോകരുത്. ഇപ്പോൾ പലതരത്തിലുള്ള മോഷൻസിനെ പറ്റി നാം പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു വിവിധ തരത്തിലുള്ള മോഷൻസ്? ഒന്ന് ഓർത്തെടുക്കാമോ? യെസ്, ഫസ്റ്റ് വൺ ഈസ് റൊട്ടേഷൻ, സർക്കുലർ മോഷൻ, ലീനിയർ മോഷൻ, ഓസിലേഷൻ ആൻഡ് വൈബ്രേഷൻ. അങ്ങനെ 5 തരത്തിലുള്ള മോഷനുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചത്. ഇനിയും ഈ ചലനങ്ങളെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ പല അവസരങ്ങളിലും നാം കാണാറുണ്ട്. Let us consider one example. A tailor stitching clothes using a sewing machine. ഒരു തയ്യൽക്കാരൻ മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. നാം പഠിച്ച ഏതെല്ലാം ചലനങ്ങൾ, ഏതെല്ലാം ടൈപ്സ് ഓഫ് മോഷൻ ആണ് തയ്യൽ മെഷീനിൽ കാണാൻ സാധിക്കുന്നത്? യെസ്, ഓൺ ദ വീൽ. തയ്യൽ മെഷീന്റെ വീലിൽ ചലനമുണ്ട് അല്ലേ? Which type of motion? Yes, rotation is happening there. Again, in the string, നൂലിൽ മോഷൻ സംഭവിക്കുന്നു അല്ലേ? അത് ഏത് തരം മോഷൻ ആണ്? സർക്കുലർ മോഷൻ. Again, on the needle, സൂചിയിൽ ഒരു ചലനം നടക്കുന്നില്ലേ? അത് ഏത് തരത്തിലുള്ള ചലനമാണ്? It is straight line motion. We can call it as linear motion. Okay? In the table, you are given different context of different types of motion. ചലനത്തിന്റെ പല ഉദാഹരണങ്ങളാണ് ഈ ടേബിളിൽ നൽകിയിരിക്കുന്നത്. You have to find out the type of motion happening in each case and note down the use of that type of motion. First example is the membrane of a chenda. ചെണ്ടയുടെ ഡയഫ്രം ചലിക്കുന്നത് ഏത് തരത്തിലുള്ള മോഷൻ ആണ്? In the textbook, it is given as oscillation, but sharply speaking, it is vibration. The use is it produces sound. Second example is a rotating chair. കറങ്ങുന്ന കസേര. There, rotation is happening. The use is the person can turn in all direction. എല്ലാ വശങ്ങളിലേക്കും കറങ്ങാൻ സാധിക്കുന്നു അല്ലേ? Third example is the tip of a clock's handle. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം ഏത് തരത്തിലുള്ള ചലനമാണ് കാണിക്കുന്നത്? There, circular motion is happening. What is the use? It helps to show the time. സമയം കാണിക്കുന്നു അല്ലേ? And next example is the smaller wheel of a sewing machine. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം. The type of motion is rotation. It helps in stitching. തയ്ക്കാൻ സഹായിക്കുന്നു ആ ചലനം അല്ലേ? Next example is the movement of a lift. ഒരു ലിഫ്റ്റിന്റെ ചലനം. ഏത് തരത്തിലുള്ള മോഷൻ ആണത്? It is linear motion. What is the use of that type of motion? Yes, help to climb buildings. ബഹുനില കെട്ടിടങ്ങൾ കയറാൻ നമ്മെ സഹായിക്കുന്നു ലിഫ്റ്റ്. അടുത്ത ഉദാഹരണം, a swing, ഊഞ്ഞാൽ. ഊഞ്ഞാലിൽ ഏത് തരത്തിലുള്ള ചലനമാണ്? Oscillation. What is the use of a swing? It is used for entertainment. കളിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? Next example is the string of a വീണ. വീണയിലെ കമ്പി. ഏത് തരത്തിലുള്ള ചലനമാണ്? It is vibration. What is the use? It produces music. സംഗീതം ഉണ്ടാകുന്നു അല്ലേ? Last example is wheels of a floor mill. പൊടിമില്ലിലെ ചക്രങ്ങൾ. അത് ഏത് തരത്തിലുള്ള മോഷൻ ആണ് അവിടെ? Rotation is happening there. What is the use of that movement? Yes, helps to rotate the grinding wheels. ആ മില്ലിലെ ആ യന്ത്രത്തിന്റെ വീല് കറങ്ങുന്നത് കൊണ്ടാണ് പൊടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾ ആ ടേബിളിൽ കണ്ടു അല്ലേ? What do you infer from that table? ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നിഗമനത്തിലെത്താൻ സാധിക്കും? Yes, different kinds of motion are happening in different machines that we use in our daily life. നമ്മുടെ അനുദിന ജീവിതത്തിൽ
നാം ഉപയോഗിക്കുന്ന വിവിധ തരം മെഷീനറികളിൽ എല്ലാം തന്നെ പലതരത്തിലുള്ള മോഷൻ അഥവാ ചലനം സംഭവിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ചലനങ്ങളും അവയുടെ പ്രായോഗിക തലത്തിലുള്ള ഉപയോഗങ്ങളും എന്തെല്ലാമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയും മോഷനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, see you. Thank you.